Hi friends, welcome to my YouTube channel. ഞാനിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഡോക്ട്രിൻ ഓഫ് പ്ലഷർ ആണ്. അഡ്മിനിസ്ട്രേറ്റീവ് ലോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ് ഡോക്ട്രിൻ ഓഫ് പ്ലഷർ. ആർട്ടിക്കിൾ 310 ഡോക്ട്രിൻ ഓഫ് പ്ലഷർ എന്താണെന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എ പേഴ്സൺ ഹു ഹോൾഡ് എ സിവിൽ പോസ്റ്റ് he should be work under the pleasure of a president. A person who hold a civil post under the state who serve their office under the pleasure of a governor. 308 തൊട്ട് 323 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് റിക്രൂട്ട്മെന്റിന്റെ കണ്ടീഷൻ ഓഫ് സർവീസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 310 എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രസിഡന്റ് പ്ലഷറോടുകൂടി അല്ലെങ്കിൽ പ്രസിഡന്റ് എപ്പോൾ പോകണം എന്ന് പറയുന്നത് വരെ ഈ പറയുന്ന എംപ്ലോയിക്ക് യൂണിയൻ ഗവൺമെന്റിൽ ഒരു സിവിൽ പോസ്റ്റ് ഹോൾഡ് ചെയ്യുന്ന ഒരു യൂണിയൻ ഗവൺമെന്റിലെ എംപ്ലോയിക്ക് പ്രസിഡന്റ് പ്ലഷർ വരെ അയാൾക്ക് എന്ത് ചെയ്യാം? സർവീസിൽ കണ്ടിന്യൂ ചെയ്യാം. സ്റ്റേറ്റിലാണെങ്കിൽ ഗവർണറാണ്. ഇനി ഡോക്ട്രിൻ ഓഫ് പ്ലഷറിന്റെ ഒറിജിൻ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിൽ നിന്നാണ് ഈ ഒരു കോൺസെപ്റ്റ് വന്നിരിക്കുന്നത്. ഇംഗ്ലണ്ടിൽ ക്രൗണിന്റെ ഇഷ്ടത്തോടു കൂടി അല്ലെങ്കിൽ ക്രൗൺ എപ്പോൾ പിരിഞ്ഞു പോകണം അല്ലെങ്കിൽ ഇയാളെ എപ്പോൾ സർവീസിൽ നിന്നും പിരിച്ചുവിടുന്നു അതുവരെ ഇയാൾക്ക് എന്ത് ചെയ്യാം? സർവീസിൽ കണ്ടിന്യൂ ചെയ്യാം. പ്ലഷർ ഓഫ് എ ക്രൗണിന്റെ പ്ലഷറോട് കൂടിയാണ് ഇംഗ്ലണ്ടിൽ എംപ്ലോയീസ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ ഇന്ത്യയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഡോക്ട്രിൻ ഓഫ് പ്ലഷർ നോട്ട് സ്ട്രിക്ട്ലി ഫോളോ ചെയ്യുന്നില്ല. കാരണം ഒരുപാട് ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ പ്രൊട്ടക്ഷൻ ഈ പറയുന്ന എംപ്ലോയീസിനുണ്ട്. അതിലൊരു ആർട്ടിക്കിളാണ് 311 ക്ലോസ് 1 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അതിൽ പറഞ്ഞിരിക്കുന്നത്, ഇഫ് എ പേഴ്സൺ അപ്പോയിന്റഡ് ബൈ ആൻ സുപ്പീരിയർ അതോറിറ്റി ഹി ഷാൾ നോട്ട് ബി ഡിസ്മിസ്ഡ് ബൈ ആൻ സബോർഡിനേറ്റ് അതോറിറ്റി. ഒരു സുപ്പീരിയർ അതോറിറ്റിയാണ് ഈ പറയുന്ന എംപ്ലോയിയെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് എങ്കിൽ ഒരു സബോർഡിനേറ്റ് അതോറിറ്റിക്ക് ഒരിക്കലും അയാളുടെ സർവീസിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പിരിച്ചുവിടാനായിട്ട് പറ്റത്തില്ല. ആർട്ടിക്കിൾ 311 ക്ലോസ് 2 പറഞ്ഞിരിക്കുന്നത്, ഒരു എംപ്ലോയിയെ സർവീസിൽ നിന്ന് പിരിച്ചു വിടുകയാണെങ്കിൽ അല്ലെങ്കിൽ അയാൾക്കെതിരെ ഒരു ആക്ഷൻ എടുക്കുകയാണെങ്കിൽ ഗീവ് ആൻഡ് റീസണബിൾ ഓപ്പർച്യൂണിറ്റി, അയാൾക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് ഒരു ഓപ്പർച്യൂണിറ്റി അയാൾക്ക് കൊടുത്തിരിക്കണം എന്നാണ് ആർട്ടിക്കിൾ 311 ക്ലോസ് 1 311 ക്ലോസ് 2 പറഞ്ഞിരിക്കുന്നത്. കേംചന്ദ് വൂഡ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, ആ കേസിലെ കേംചന്ദ് എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റ് സർവന്റ് ആയിരുന്നു. അദ്ദേഹത്തെ ഡിസിപ്ലിനറി ആക്ഷന്റെ ബേസിൽ അയാളെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തു. കേംചന്ദ് സുപ്രീം കോടതിയെ അപ്രോച്ച് ചെയ്യുകയും സുപ്രീം കോടതി പറഞ്ഞു ഇയാൾക്ക് റീസണബിൾ ഓപ്പർച്യൂണിറ്റി കൊടുത്തില്ല, ഇയാൾ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് പറയുകയോ അല്ലെങ്കിൽ ഇയാൾക്ക് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പ്രൂവ് ചെയ്യാനുള്ള അവസരമോ ഈ പറയുന്ന കേംചന്ദിന് ഡിസിപ്ലിനറി അതോറിറ്റി കൊടുത്തില്ല. സോ ഇത് ആർട്ടിക്കിൾ 311 വയലേഷൻ ആണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞൊരു കേസാണ് കേംചന്ദ് വൂഡ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ.